ഹലോ ഗായ്സ്, മണാലി പോകുന്ന 2 ദിവസം ഞങ്ങൾ മംഗല ലക്ഷദ്വീപ് ട്രെയിനിൻ്റെ 3rd AC കമ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത്. 5:15 ട്രെയിൻ 5:45 സ്റ്റേഷനിലെത്തിയത്. കയറിയ പാടെ ഞങ്ങളുടെ ലഗേജൊക്കെ മുകളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു രാത്രിയൊക്കെ ആയപ്പോൾ അവർ ഞങ്ങൾക്ക് ക്യാപ്പ് കൊണ്ടു തന്നു. ബോറടിക്കുന്ന കരുതിയിട്ടാവണം എല്ലാവരും ലുഡോ ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ലുഡോ ബോർഡ് കളിച്ചു. ട്രെയിനിൽ ഒരുപാട് ചാർജിങ് പോയിൻ്റ് ഉള്ളതിനോണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബെഡ്ഷീറ്റ്, പുതപ്പ്, പില്ലോ ഒക്കെ ട്രെയിനിൽ തന്നെ ഉണ്ട്. നമ്മളൊന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരു 10 മണിയാകുമ്പോൾ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. റീൽസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ സൈഡ് സീറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവിടെ കിടന്നുറങ്ങാനും ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ വടാപ്പാവ്, ചായ എല്ലാം കൊണ്ടുവരുന്ന ആൾക്കാരുടെ സൗണ്ട് കൊണ്ട് അവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറക്കം കിട്ടേ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ട്രെയിനിലെ വാഷ് ബേസിൻ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ പലരും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ച് ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഇങ്ങനെ ഒരു കൊളുത്ത് കാണാം കേട്ടോ, നമ്മുടെ ലഗേജൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ടൊരു മിറർ ഉണ്ടായിരുന്നു. പിന്നെ പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ ഈ ഒരു കപ്പിയുടെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കത്തേക്ക് ഞങ്ങളൊരു സ്റ്റേഷനിൽ നിന്ന് ഓൾറെഡി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഏവറേജ് ബിരിയാണി എന്ന് പറയാം, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിലെ വാഷ്റൂം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല, ഭയങ്കര സ്മെല്ലും ആയിരുന്നു. പിന്നെ ഇതിൽ കാണുന്ന ഗ്രീൻ ബട്ടണാണ് കേട്ടോ അതിൻ്റെ ഫ്ലഷ്. ട്രെയിനിൻ്റെ വാഷ്റൂമിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പുതപ്പ് കാര്യങ്ങൾ പില്ലോ ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ആ വൈറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇവരെങ്ങനെയാണ് ഇവിടെ കിടക്കുന്നതെന്ന് അറിയില്ല, അത്രയും സ്മെല്ലായിരുന്നു. വാഷ്റൂമിൻ്റെ അടുത്തായിരുന്നു ഇവർ കിടക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ടേബിൾ കാണാം ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഊക്ക് കാണാം, അതിൽ നമുക്ക് ലഗേജൊക്കെ കൊളത്തിടാം. നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു നമ്പറുണ്ട്. നമുക്ക് ക്ലീനിങ്ങോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.